നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രേത നഗരമായി മാറി ടെക്സാസ് സംസ്ഥാനം. കനത്ത മഴയെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരണം 100 കടന്നു. രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമാകുകയാണ്. ടെക്സാസിന് മുകളിൽ വട്ടം ചുറ്റുന്ന ഹെലികോപ്റ്ററുകൾക്ക് നിലത്തേക്കിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇപ്പോഴും ഉള്ളത്. ഞങ്ങൾ ഒലിച്ചു പോകുന്നു, രക്ഷിക്കണേ എന്ന ഒരു സ്ത്രീയുടെ അവസാന നിലവിളി അമേരിക്കയുടെ ചങ്ക് പിളർത്തുന്നു. കെർകൗണ്ടിയിൽ നിന്ന് മാത്രം 84 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. മരിച്ചവരിൽ 28 പേർ പെൺകുട്ടികളാണ്. ഇനിയും മരണസംഖ്യ ഉയരുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ മേഖലയിൽ കൂടുതൽ കൊടുങ്കാറ്റുകൾ ഉണ്ടാകുമെന്നും ഇത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. സെൻട്രൽ ടെക്സാസിലെ വിവിധ ഇടങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. വരും ദിവസങ്ങളിൽ സർവനാശം വിതയ്ക്കുന്ന മഴയ്ക്കും കാറ്റിനും സാധ്യത എന്ന മുന്നറിയിപ്പും വന്നതോടെ ജനം വിറങ്ങലിക്കുകയാണ്. പലരും വീടുകളിൽ നിന്ന് രക്ഷ തേടുകയാണ്. ടെക്സാസിലെ മിന്നൽ പ്രളയത്തിൽ 2 മിനിറ്റിനുള്ളിൽ അപ്രത്യക്ഷമായത് ലാനോ നദിക്ക് കുറുകെയുള്ള പാലമാണ്. അതിന്റെ വൈറൽ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. സെൻട്രൽ ടെക്സാസിലെ ലാനോ നദിക്ക് കുറുകെയുള്ള പാലം നിമിഷങ്ങൾ കൊണ്ട് അപ്രത്യക്ഷമാകുന്ന ഒരു ടൈം ലാപ്സ് വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുമ്പോൾ ആ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ടെക്സസിൽ ഉണ്ടായ പ്രളയത്തിന്റെ ഭീതിപ്പെടുത്തുന്ന വശങ്ങൾ എത്രത്തോളമാണ് എന്നുള്ളത്. കാരണം ചെറിയ ഒരു പാലമല്ല അത്. ഒരു പ്രദേശത്തെ ഒന്നടങ്കം വിഴുങ്ങി ഈ പ്രളയം. വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെ ഉണ്ടായ കനത്ത മഴയിൽ കെർകൗണ്ടിയിലെ ഗ്വാൻഡലൂപ്പ് നദിയിലെ ജലനിരപ്പ് 26 അടി ഉയരത്തിലെത്തിയതാണ് വലിയ നാശം വിതയ്ക്കുന്ന പ്രളയത്തിനിടയാക്കിയത്. കെർകൗണ്ടിയുടെ വടക്ക് കിഴക്കായി 95 മൈൽ അകലെയുള്ള കിങ്സ്ലാൻഡിൽ നിന്നാണ് ലാനോ നദിയിലെ പാലം ഇല്ലാതാകുന്നതിന്റെ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത്. പ്രളയത്തിൽ കെർകൗണ്ടിയിലെ ഗ്വാൻഡലൂപ്പ് മാത്രമല്ല, സമീപ പ്രദേശങ്ങളിലെ നദികളെല്ലാം കരകവിഞ്ഞൊഴുകുകയും വീടുകൾ, വാഹനങ്ങൾ, റോഡുകൾ, പാലങ്ങൾ തുടങ്ങി പ്രദേശത്തെ ഒന്നടങ്കമാണ് ചുഴറ്റിയെറിഞ്ഞുകൊണ്ട് മിന്നൽ പ്രളയവും നദിയും ഒരുമിച്ച് കൊണ്ടുപോയത്. ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങളും ജീവഹാനിയും ഉണ്ടായിരിക്കുന്നതും കെർകൗണ്ടിയിലാണ്. നദീതീരത്ത് ഉണ്ടായിരുന്ന പെൺകുട്ടികളുടെ ക്യാമ്പ് വെള്ളപ്പൊക്കത്തിൽ പൂർണ്ണമായും മുങ്ങിയിരുന്നു. 28 പെൺകുട്ടികളാണ് ഇവിടെ മരണപ്പെട്ടത്. 10 പെൺകുട്ടികളെയും ഒരു കൗൺസിലറെയും ഇതുവരെ കണ്ടെത്താനും സാധിച്ചിട്ടില്ല. ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ക്യാമ്പിൽ നടത്തിയ തെരച്ചിലിൽ രക്ഷാപ്രവർത്തകർ പോലും ഞെട്ടിത്തെറിച്ച സാഹചര്യമായിരുന്നു ഉണ്ടായത്. ഒരു മൃതദേഹം കണ്ടെത്തിയത് 8 മുതൽ 10 അടി വരെ ഉയരമുള്ള ഒരു മരത്തിലായിരുന്നു. ചുറ്റും വളരെയധികം അവശിഷ്ടങ്ങളും ചുറ്റപ്പെട്ട് കിടന്നിരുന്നു. ഒരാൾക്ക് പോലും അത് കാണാൻ കഴിഞ്ഞില്ല എന്നാണ് തെരച്ചിലിൽ പങ്കാളിയായ സന്നദ്ധ പ്രവർത്തകരിൽ ഒരാൾ പ്രതികരിച്ചത്. മരത്തിന്റെയും മറ്റും കൊമ്പുകളിൽ ഒടിഞ്ഞ് ശരീരം അതിൽ തുളച്ചു കയറിയ നിലയിൽ അതിഭീകരമായിരുന്നു കാഴ്ചകളെന്ന് കണ്ണീരണിഞ്ഞുകൊണ്ട് രക്ഷാപ്രവർത്തകർ വെളിപ്പെടുത്തിയത്. അതായത് ഈ മരത്തിലൊക്കെ അതിവേഗത്തിൽ ശരീരങ്ങൾ ചെന്നടിക്കുകയും കൈയും കാലുമൊക്കെ വേർപെട്ടു പോകുകയും ഒക്കെ ചെയ്തിരുന്നു എന്ന് രക്ഷാപ്രവർത്തകർ പറയുന്നു. മറ്റ് ചില ശരീരഭാഗങ്ങൾ ഉണ്ടായിരുന്നില്ല. അതെല്ലാം മീനും മറ്റ് വെള്ളത്തിലുള്ള ജീവികളുമൊക്കെ കൊത്തിപ്പറിച്ചിരുന്നു. അത്തരത്തിൽ ഏറ്റവും ഭീതിപ്പെടുത്തുന്ന രീതിയിലാണ് പല മൃതദേഹങ്ങളും കണ്ടെടുത്തിരിക്കുന്നതെന്നും തിരിച്ചറിയാൻ പോലും കഴിയാത്ത രീതിയിൽ മൃതദേഹങ്ങൾ മാറിയിട്ടുണ്ട് എന്നും രക്ഷാപ്രവർത്തകർ പറയുന്നുണ്ട്. ഗ്വാഡലൂപ്പ് നദി കരകവിഞ്ഞൊഴുകി നാശം വിതച്ചപ്പോൾ ജോയ്സ് ബാൻഡൺ എന്ന യുവതി അയച്ച അവസാന സന്ദേശം ഇപ്പോൾ തീരാവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നദിക്കരയിലെ ഒരു വീട്ടിൽ നിന്ന് അവർ തങ്ങളോട് സഹായം അഭ്യർത്ഥിക്കുന്നതായി രക്ഷാപ്രവർത്തകരുടെ നേതാവ് ലൂയിസ് ഡെപ്പെ പറഞ്ഞത്. സ്വാതന്ത്ര്യദിന അവധി ദിനത്തിന് തലേ ദിവസം രാത്രി ആരംഭിച്ച പേമാരി മൂലം 1 മണിക്കൂറിനുള്ളിലാണ് ഗ്വാഡലൂപ്പ് നദി നിറഞ്ഞൊഴുകിയത്. വെള്ളം ഇരുനില കെട്ടിടത്തിന്റെ ഉയരം വരെ ഉയർന്നിരുന്നു. അവധി ദിവസം ആഘോഷിക്കാനായിട്ടാണ് ബാൻഡനും 3 സുഹൃത്തുക്കളും ഗ്രാമത്തിലെ ആ വീട്ടിലെത്തിയത്. വ്യാഴാഴ്ച രാത്രി പെയ്ത തോരാ മഴ ടെക്സസിനെ പൂർണ്ണമായും മുക്കിക്കളഞ്ഞിരുന്നു. വരുന്നത് വലിയ ദുരന്തമായിരിക്കുമെന്ന് അവരാരും പ്രതീക്ഷിച്ചില്ല. പുലർച്ചെ 4 മണിയോടെ അവരുടെ വീട് തകർന്നു. അവർ ഒഴുകിപ്പോയി. അവരുടെ സെൽഫോണിൽ ലഭിച്ച അവസാന സന്ദേശം ഞങ്ങൾ ഒഴുകിപ്പോയി എന്നായിരുന്നു. പിന്നീട് ഫോൺ ഓഫായി. രക്ഷാപ്രവർത്തകരിലെ അംഗമായ ഡെപ്പെ AFPയോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ജോയ്സ് ബാൻഡന്റെ ഉറ്റ സുഹൃത്തും റൂംമേറ്റുമായ 55-കാരിയായ ടീന
ഹാംബ്ലി ആരെയെങ്കിലും കണ്ടെത്തുമെന്ന പ്രതീക്ഷയിൽ തീരത്തടിഞ്ഞ അവശിഷ്ടങ്ങളിലൂടെ തിരഞ്ഞു നടക്കുന്നുണ്ടിപ്പോഴും. വെള്ളമിറങ്ങി നദി സാധാരണ നിലയിലായെങ്കിലും തീരങ്ങൾ കെട്ടിട അവശിഷ്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വെള്ളപ്പൊക്കത്തിൽ ഒഴുകിയെത്തിയ വാഹനങ്ങളും ഇക്കൂട്ടത്തിലുണ്ട്. വലിയ തടിക്കഷ്ണങ്ങളും ഒക്കെ ഒഴുകിയെത്തിയ കൂട്ടത്തിലുണ്ട്. രക്ഷാപ്രവർത്തകർ ബോട്ടുകളിലും ഹെലികോപ്റ്ററുകളിലുമായി തിരച്ചിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ പ്രദേശങ്ങളിലൊന്നായ ഹണ്ട് പട്ടണത്തിൽ ക്യാമ്പ് മിസ്റ്റിക് എന്ന പേരിൽ കുട്ടികൾക്കായുള്ള ഒരു വേനൽ ക്യാമ്പ് ഉണ്ടായത്. അവിടെ പങ്കെടുത്ത 28 കുട്ടികളും മരണപ്പെട്ടിട്ടുണ്ട്. അതിൽ 10 പേരെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇക്കൂട്ടത്തിൽ കൗൺസിലറും ഉൾപ്പെടുന്നുവെന്നും വിവരങ്ങളുണ്ട്. കളിപ്പാട്ടങ്ങൾ, വസ്ത്രങ്ങൾ, ടവലുകൾ, മറ്റ് സാധനങ്ങൾ എന്നിവ ക്യാബിനുകളിൽ ചെളി നിറഞ്ഞ് ചിതറിക്കിടക്കുന്ന കാഴ്ചകളും പുറത്തേക്ക് വരുന്നുണ്ട്. ഈ ക്യാമ്പുകളിൽ ഉണ്ടായിരുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ അലമുറയിട്ട് കരഞ്ഞുകൊണ്ടാണ് ഈ പ്രദേശങ്ങളിലേക്ക് ഓടിയെത്തിക്കൊണ്ടിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ്. അവിടേക്ക് ഇറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണുള്ളത്. എന്നാൽ രക്ഷാപ്രവർത്തകരെ പോലും മറികടന്നുകൊണ്ട് മാതാപിതാക്കൾ ചെളിയിലും മറ്റും ഇറങ്ങി തങ്ങളുടെ മക്കളെയൊക്കെ പരിശോധിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ടും ആരെയും കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ദുരന്തത്തിൽ 41 പേരെ ഇവിടെ നിന്നും കണ്ടെത്താനുണ്ടെന്ന് ടെക്സസ് മേയർ ഗ്രെഗ് ആബട്ട് പറഞ്ഞിരിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ച ടെക്സസിലെത്തും. ഇതിനിടെ ചൊവ്വാഴ്ചയും കനത്ത മഴയുണ്ടാകുമെന്ന് ഗവർണർ മുന്നറിയിപ്പ് നൽകുന്നത്. ടെക്സസിലെ വെള്ളപ്പൊക്കത്തെയും അതിനെ തുടർന്നുണ്ടായ മരണങ്ങളെയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭയാനകമെന്നും ഞെട്ടിപ്പിക്കുന്നതാണ് എന്നുമാണ് വിശേഷിപ്പിച്ചത്. സാധ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കുമെന്ന് പറഞ്ഞ ട്രംപ് നാശനഷ്ടം കുറയ്ക്കാൻ ടെക്സസ് ഗവർണർ ഗ്രെഗ് അബോട്ടുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണെന്നും അറിയിച്ചിട്ടുണ്ട്. അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് വെള്ളിയാഴ്ച പുലർച്ചെയാണ് ഈ വെള്ളപ്പൊക്കമുണ്ടാകുന്നത്. നിരവധി താമസക്കാർ ഉറങ്ങിക്കിടക്കുമ്പോൾ അപ്രതീക്ഷിതമായി ജലം ഇരച്ചു കയറുകയാണ്. പുലർച്ചെ ആയതുകൊണ്ട് എല്ലാവരും ഉറക്കത്തിലായിരുന്നു. ഞെട്ടിയുണർന്നപ്പോഴേക്കും എല്ലാവരും ദുരന്തത്തിൽപ്പെട്ടിരുന്നു. വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വെള്ളപ്പൊക്ക ജാഗ്രത പുറപ്പെടുവിച്ചിരുന്നു. തുടർന്ന് വെള്ളിയാഴ്ച പുലർച്ചെ 4 മണിയോടെ അടിയന്തര മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് അധികൃതർ വാദിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെ ഒരു മുന്നറിയിപ്പ് വന്നിരുന്നില്ല എന്ന് ജനങ്ങൾ പറയുന്നു. അവർ പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ടെക്സസ് ഹിൽ കൺട്രിയിലെ വരണ്ടതും ഒതുക്കമുള്ളതുമായ മണ്ണിന് പെട്ടെന്നുണ്ടായ വെള്ളം വേഗത്തിൽ ആഗിരണം ചെയ്യാൻ കഴിയാതെ വന്നതാണ് വലിയ ദുരന്തത്തിലേക്ക് ഇത് കാര്യങ്ങൾ വഷളാക്കിയത്. വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകളുടെ സമയക്രമം പാളിയത് സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നേരെ കടുത്ത പ്രതിഷേധം ഉയരുന്നുണ്ട്. അതിജീവിച്ചവർ ഈ സംഭവത്തെ മരണത്തിന്റെ കറുത്ത മതിൽ എന്നാണ് വിശേഷിപ്പിച്ചത്. വെള്ളം കയറുന്നതിന് മുൻപ് അടിയന്തര മുന്നറിയിപ്പുകളൊന്നും തങ്ങൾക്ക് ലഭിച്ചില്ല എന്ന് ഇവർ ആവർത്തിച്ചു പറയുന്നു. ഗ്രാമപ്രദേശങ്ങളിലെ വൈദ്യുതി തടസ്സങ്ങളും പരിമിതമായ മൊബൈൽ കവറേജും ചൂണ്ടിക്കാട്ടി ആശയവിനിമയ സംവിധാനങ്ങൾ തകർന്നതും വൻ ദുരന്തം വരുത്തിവെച്ചുവെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. മേഖലയിലെ അടിയന്തര മുന്നറിയിപ്പ് സംവിധാനങ്ങൾ വിലയിരുത്തുന്നതിനും കൂടുതൽ ശക്തമായ വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് പ്രോട്ടോകോൾ നടപ്പാക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചുവെന്ന് അധികൃതർ പറയുമ്പോൾ കുറെ പേരുടെ ജീവൻ എടുത്തു കഴിഞ്ഞിട്ടാണോ നിങ്ങൾ ഏറ്റവും വേഗത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് എന്ന തരത്തിൽ വിമർശനങ്ങൾ വരുന്നു. പുനർനിർമ്മാണം എന്നതിൽ കാര്യമില്ല, വൃത്തിയാക്കാൻ വളരെ സമയമെടുക്കും. കെർ കൗണ്ടി ജഡ്ജി റോബ് കെല്ലി പ്രതികരിച്ചത് ഇങ്ങനെയാണ്. ഇതിനിടെ ടെക്സാസ് പ്രളയത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അനുശോചനം അർപ്പിച്ച് മെലനിയ ട്രംപ് സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുകയാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സാധാരണക്കാരായ പൗരന്മാരെ ബാധിക്കുന്ന മെഡിക്കെയർ അടക്കമുള്ള പദ്ധതികൾക്കുള്ള ചെലവ് വെട്ടിക്കുറയ്ക്കുന്നതിനിടെ ഈ പോസ്റ്റ് മാത്രം പോരാ മേഡം എന്നാണ് വിമർശനം വരുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് എപ്പോഴാണ് ദുരന്തത്തെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നത്? ഇത്തവണയെങ്കിലും സ്വന്തം കാര്യം മാത്രമാവില്ലല്ലോ അദ്ദേഹം പറയുന്നത്. മെലനിയയുടെ പോസ്റ്റിന് ഒരാൾ മറുപടി നൽകിയത് ഇങ്ങനെയായിരുന്നു. മറ്റൊരാളുടെ ചോദ്യം നിങ്ങളെ എന്തുകൊണ്ടാണ് ഇതുവരെ നാട് കടത്താത്തത് എന്നായിരുന്നു. ഈ ദുരിതത്തിൽ താങ്കളുടെയും ഭർത്താവിന്റെയും പിന്തുണയ്ക്ക് പകരം US പൗരന്മാരിൽ നിന്ന് നിങ്ങൾ തട്ടിയെടുത്ത പണത്തിൽ നിന്ന് കുറച്ചെങ്കിലും നൽകുമോ എന്ന് മറ്റൊരാളും പ്രതികരിച്ചു. അതേസമയം ജൂലൈ 4-ന് വൈറ്റ് ഹൌസ് ബാൽക്കണിയിൽ ട്രംപിനൊപ്പം നൃത്തം ചെയ്തതിനും ചിലർ മെലനിയയെ വിമർശിച്ചിട്ടുണ്ട്. ബജറ്റിൽ വെട്ടിക്കുറയ്ക്കലുകളും തിരുത്തലുകളും ഒക്കെയാണ് ട്രംപ് വരുത്തിയിരിക്കുന്നത്. ഇത് ജനങ്ങളെ വലിയ രീതിയിൽ പ്രതിഷേധത്തിലേക്ക് തള്ളിവിട്ടിട്ടുണ്ട്. ബജറ്റ് വെട്ടിക്കുറയ്ക്കൽ ഫെഡറൽ കാലാവസ്ഥാ നിരീക്ഷണ വിദഗ്ധരെയും ദുരന്ത നിവാരണ ഏജൻസികളെയും പ്രതികൂലമായി ബാധിച്ചു. ടെക്സസിലെ വെള്ളപ്പൊക്കത്തിന് മുൻപ്
5 മുൻ നാഷണൽ വെതർ സർവീസ് ഡയറക്ടർമാർ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ധനസഹായം വെട്ടിക്കുറയ്ക്കുന്നത് കൂടുതൽ അപകടങ്ങൾക്ക് കാരണമാകുമെന്ന് മുന്നറിയിപ്പ് നൽകി കത്തെഴുതിയിരുന്നു. കാലാവസ്ഥാ പ്രവചന ഓഫീസുകളിൽ ജീവനക്കാരുടെ കുറവുണ്ടാകുന്നത് ജീവഹാനികൾക്ക് കാരണമായേക്കാം. ബജറ്റ് പരിമിതികൾ മൂലം പ്രാദേശിക കാലാവസ്ഥാ പ്രവചനം നടത്താൻ സാധിക്കാത്ത അവസ്ഥയാണെന്ന് ഫ്ലോറിഡയിലെ കാലാവസ്ഥാ വിദഗ്ധൻ പതിവ് സംപ്രേഷണത്തിനിടെ അറിയിച്ചിരുന്നു. ഇത്തരത്തിൽ ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായ പിഴവുകളും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തെ പിഴവുകളുമൊക്കെയാണ് ദുരന്തം വരുത്തിവെച്ചത് എന്ന് ജനങ്ങൾ പ്രതിഷേധിക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിൽ മറ്റൊരു തരത്തിലാണ് അമേരിക്കയിലെ ടെക്സസിലുണ്ടായ പ്രളയത്തെക്കുറിച്ച് ചർച്ച. അത് പിണറായി വിജയൻ അമേരിക്കയിൽ പോയതിനെക്കുറിച്ചാണ്. കുറച്ച് ദിവസം കൂടി അമേരിക്കയിൽ ഈ ദുരന്തം ഉണ്ടാകുമെന്നും ഒന്ന് സഹിക്കണമെന്നും അത് കഴിയുമ്പോൾ ആള് തിരികെ കേരളത്തിലെത്തും, അപ്പോൾ എല്ലാം പഴയതുപോലെ അമേരിക്കയിലാകും എന്നുള്ള പരിഹാസങ്ങളൊക്കെയാണ് കേരളത്തിൽ ഉയരുന്നത്. സോഷ്യൽ മീഡിയയിൽ മുഴുവൻ നിറയുന്നത് മുഖ്യമന്ത്രി കാലുകുത്തിയതുകൊണ്ടുള്ള പ്രളയമാണ് എന്നാണ്.